ഞാനേ ഒരുപാട് ബുക്സ് വായിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരേ ഒരു എഴുത്തുകാരനോട് മാത്രമാണ് ഭയങ്കരമായ അസൂയ തോന്നിയിട്ടുള്ളത്. അത് അദ്ദേഹം എഴുതിയ നോവൽസ് എല്ലാം ബെസ്റ്റ് സെല്ലേഴ്സ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് അവാർഡ്സ് കിട്ടിയോണ്ടോ ഒന്നുമല്ല. അതിന് പിറകിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയൊരു സ്റ്റോറി ഉണ്ട്. അതായത് 19 വർഷങ്ങൾക്ക് മുന്നേ ബോളിവുഡിലൊരു സിനിമ ഇറങ്ങി. പേര് ആവാരപ്പൻ. അന്ന് ആ സിനിമ കാണാൻ പോയ ഒരു 12 വയസ്സുകാരൻ അവൻ ആ സിനിമ കണ്ട് തിയേറ്ററിൽ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലായി. അവൻ സിനിമ കണ്ടിറങ്ങിയത് ഒരു കട്ട ഇമ്രാൻ ഹാഷ്മി ഫാൻ ആയിട്ടായിരുന്നു. സിനിമ കണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവൻ്റെ മനസ്സിന് ആ സിനിമ പോയില്ല. മറക്കാൻ കഴിയാത്ത അത്രയും ആഴത്തിൽ ആ സിനിമ അവൻ്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു. അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ആ പയ്യൻ വളർന്ന് വലുതായി. അവൻ 19ാമത്തെ വയസ്സിൽ ആദ്യമായിട്ടൊരു നോവൽ എഴുതി പബ്ലിഷ് ചെയ്തു. നോവലിൻ്റെ പേര് ദ ബാർഡ് ഓഫ് ബ്ലഡ്. ആ നോവൽ വൻ സക്സസ് ആയി. അവ ഇന്ത്യ മുഴുവൻ ഫേമസ് ആയി. അദ്ദേഹത്തിൻ്റെ പേരാണ് ബിലാൽ സിദ്ദിഖി. ആ പ്രശസ്തി അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് സാക്ഷാൽ ഇമ്രാൻ ഹാഷ്മിയുടെ അരികിലേക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? അതെ, ദ കിസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ബുക്ക് എഴുതാൻ ഇമ്രാൻ ഹാഷ്മി അസിസ്റ്റ് ചെയ്യാനുള്ള അവസരം ബിലാൽ സിദ്ദിഖിക്ക് ലഭിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോക്ക്. അദ്ദേഹം ചെറുപ്പം മുതൽ ഭയങ്കരമായിട്ട് ആരാധിച്ചിരുന്നൊരു നടനെ അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ പറ്റി. അത് മാത്രമല്ല, ഇമ്രാൻ ഹാഷ്മിയായിട്ടൊരു സൗഹൃദം ബിൽഡ് ചെയ്യാനുള്ള അവസരം പോലും ബിലാലിന് ലഭിച്ചു. പക്ഷെ അത് മാത്രമായിരുന്നില്ല കേട്ടോ ലൈഫ് അദ്ദേഹത്തിന് വേണ്ടി കാത്തു വെച്ച സർപ്രൈസ്. അങ്ങനെ വർഷങ്ങൾ വീണ്ടും കടന്നു പോകുന്നു. അങ്ങനെ ഒരു ദിവസം ആവാരപ്പൻ എന്ന് പറയുന്ന കൾട്ട് ക്ലാസിക്കിന്റെ മേക്കേഴ്സ് അതിന് 2ാം ഭാഗം എഴുതാനായിട്ട് ബിലാൽ സിദ്ദിഖി അപ്രോച്ച് ചെയ്യുന്നു. ഫൈനലി ഹീ ബിക്കെയിം ദ റൈറ്റർ ഓഫ് ആവാരപ്പൻ 2. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക്. നിങ്ങളെ കുട്ടിക്കാലത്ത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സിനിമയ്ക്ക് 2ാം ഭാഗം എഴുതാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടിയില്ല. എന്തായിരിക്കും ആ ഫീല്? ഇപ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളും ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുമ്പോൾ സത്യം പറഞ്ഞ് ബിലാൽ സിദ്ദിഖി ആലോചിക്കും. കാരണം അദ്ദേഹത്തിന് ലൈഫ് ഇത്രയും സർപ്രൈസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രീംസൊക്കെ ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു അവസരം ലൈഫ് നമുക്ക് തരാതിരിക്കില്ല. പക്ഷെ ഒരിക്കലും ബിലാൽ സിദ്ദിഖിയുടെ ലൈഫ് വളരെ ഈസി ആയിരുന്നു എന്ന് ഞാൻ പറയില്ല. അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇവിടെ എത്തിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ആവാരപ്പൻ എന്ന് പറയുന്ന സിനിമയുടെ മേക്കേഴ്സിന് അതിൻ്റെ 2ാം ഭാഗം എഴുതാനുള്ള പൊട്ടൻഷ്യൽ ബിലാൽ സിദ്ദിഖിക്ക് ഉണ്ടെന്ന് തോന്നാൻ കാരണം ബിലാൽ ഇത് പ്രൂവ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ബിലാൽ സിദ്ദിഖിയുടെ ലൈഫ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒറ്റ കാര്യമാണ്. നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളിത് പ്രൂവ് ചെയ്തേ പറ്റൂ. നമ്മളിത് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തേ പറ്റൂ. എന്നാൽ മാത്രം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ സ്റ്റക്കായി പോകും. ശരിയല്ലേ?